ഹലോ, എല്ലാവർക്കും MEL&MEL കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ റോസ്റ്റിന് ഉപയോഗിക്കുന്നത് നോർമൽ ചിക്കൻ അല്ല, കരിങ്കോഴിയാണ് ഉപയോഗിക്കുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൊത്തം കറുത്ത കളറാണ് കരിങ്കോഴിക്കുള്ളത്. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ പൂവ് മൊത്തം കറുത്ത കളറാണ്, അതേപോലെ കാലുകളും ഒക്കെ കറുത്ത കളറാണ്. കണ്ടോ, ഓൾമോസ്റ്റ് തൂവലുകളും എല്ലാം ബ്ലാക്ക് കളറാണ്, കൂടാതെ അതിൻ്റെ കണ്ണ് വരെ ബ്ലാക്ക് കളറാണ്. നമുക്ക് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇനി ഞാൻ ഇതിനെ ഡ്രസ്സ് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഡ്രസ്സ് ചെയ്തതിന് ശേഷമുള്ളതാണിത്. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ നോർമൽ ചിക്കൻ പോലത്തെ അല്ല ഇതിൻ്റെ മാംസമൊക്കെ. ഇത് കണ്ടോ, ബ്രോയിലർ കോഴിയും കരിങ്കോഴിയും തമ്മിലുള്ള കളറിൻ്റെ വ്യത്യാസം കണ്ടോ, ഒരു ബ്ലാക്കിഷ് കളറാണ്. കാല് കണ്ടോ, കാലൊക്കെ നല്ല കറുപ്പ് കളറാണ്. അതുപോലെ പൂവും ഒക്കെ മുഴുവനും ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഈ കരിങ്കോഴി ഒത്തിരി ഔഷധ ഗുണമുള്ള ഒന്നാണ്. ആയുർവേദത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണ് കരിങ്കോഴി. സാധാരണ നമ്മൾ ബ്രോയിലർ കോഴിക്കൊക്കെ അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇതിന് അങ്ങനെയല്ല, നമ്മൾ തൊലി പൊളിച്ച് കളയുന്നില്ല. ഇതിൻ്റെ തൂവല് കളയാൻ വേണ്ടി നമ്മൾ നല്ല ചൂടുവെള്ളത്തിലെത്തി മുക്കിയിട്ടാണ് അതിൻ്റെ തൂവലൊക്കെ പൊളിച്ചെടുക്കുന്നത്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, അതിൻ്റെ ഉൾവശം കണ്ടോ, ഉൾവശമൊക്കെ ഒരു ബ്ലാക്കിഷ് കളറാണ്. കണ്ടോ, നോക്കി അറിയാൻ പറ്റും. എല്ലൊക്കെ ശരിക്കും നല്ല ബ്ലാക്ക് കളർ തന്നെയാണ്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടോ, നോർമൽ ചിക്കനെ പോലെയല്ല. ഇതിൻ്റെ എല്ല് കണ്ടോ, എല്ലിൻ്റെ കളറൊക്കെ ബ്ലാക്കിഷ് കളറാണ്. അതേപോലെ നല്ല കട്ടിയുമാണ് ഈ കരിങ്കോഴിക്ക്. ഇത് ഞാൻ ഫുൾ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെയാണ് ഇരിക്കുന്നത് കരിങ്കോഴിയുടെ ഇറച്ചി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് എല്ലായിടത്തും പറ്റാവുന്ന രീതിയിൽ വേണം ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു 1/2 ടീസ്പൂൺ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ, എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് നോർമലായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത്. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഈ കരിങ്കോഴി നാടൻ കോഴി പോലെ തന്നെ ഒത്തിരി കട്ടിയുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഒത്തിരി സമയം കൂടി എടുക്കും വേകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. ഇതിനു വേണ്ടി നമുക്ക് 3 വിസിലാണ് അടുപ്പിക്കേണ്ടത്. ഫസ്റ്റ് വിസിൽ അടിക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി 2 വിസിൽ കൂടി അടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 3 വിസിലും അടിച്ച് എയറും ഫുള്ള് റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് വെക്കാൻ നേരത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ വെള്ളം മുഴുവൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുള്ളതാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കരിങ്കോഴി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റാക്കി എടുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നതിനുള്ള പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സവോള ഉപയോഗിച്ചിട്ടില്ല. സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളി അധികം ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ കുഞ്ഞുള്ളി ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. സവോളയെക്കാളും ടേസ്റ്റ് കുഞ്ഞുള്ളിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുള്ളി യൂസ് ചെയ്യുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 4 പച്ചമുളക് ഞാൻ നടുവേ കീറി ഇടുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി വരുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് വാടി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇതാ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മസാല ഒരുപാട് മൂത്ത് പോകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇതാ കണ്ടോ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. കണ്ടോ, എന്നാൽ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ചിക്കൻ്റെ കളറൊക്കെ കണ്ടോ, ബ്ലാക്ക് കളറാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ അല്പം ഒഴിച്ചു കൊടുക്കുക. ഇത് 2ാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു 1/2 കപ്പ് തേങ്ങയുടെ പാലാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നാടൻ കോഴിയേക്കാളും കട്ടിയുണ്ട് കേട്ടോ ഈ കരിങ്കോഴിക്ക്. അതുപോലെ തന്നെ നാടൻ കോഴിയേക്കാളും ഒക്കെ ഒത്തിരി നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഇറച്ചിക്ക്. അതുപോലെ തന്നെ മുട്ടയും ഒത്തിരി ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഒരു മുട്ടയ്ക്ക് 40 രൂപയൊക്കെയാണ് ഏകദേശം വില വരുന്നത്. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 1ാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയാണ്. ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ കരിങ്കോഴി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്. വളരെ ടേസ്റ്റിയും വളരെ ഗുണവുമുള്ള ഒരു കറിയാണിത്. അപ്പോൾ പറ്റുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ. താങ്ക് യു.